ഹായ് നമസ്കാരം, ഞാൻ ജോബിൻ ജോസഫ്. ദിസ് ഈസ് എജുമൈ പ്രൊഫഷണൽ സർവീസ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു പോകാൻ പോകുന്നത് QP പറ്റിയാണ്, ക്വാളിഫിക്കേഷൻ വെരിഫിക്കേഷൻ പ്രോഗ്രാം. ഓക്കെ, നിലവിൽ ആദ്യകാലത്തൊക്കെ സൗദിയിൽ പോകുന്ന ജോലിക്കാർക്ക് ഈ പറയുന്ന QP എന്ന് പറയുന്ന സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചില കാറ്റഗറിയിൽ എന്ത് വരുന്നുണ്ട്, QP നിർബന്ധമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ QPനെ പറ്റി പറയുമ്പോൾ തുടക്ക കാലഘട്ടത്തിൽ ഇത് വേറെ ഒരു എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റിനെ മാത്രം ബേസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രോസസ്സായിരുന്നു. പക്ഷേ കറൻറ്റ്ലി അതിപ്പോൾ എന്തായിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്ഡേഷനിൽ പ്രധാനമായിട്ടും കുറച്ച് മാറ്റങ്ങൾ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ പൈസ കൂടി. ഓക്കെ, പ്രോസസ്സിൻ്റെ പൈസ കൂടി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റിന് കൂടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി അവർ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ QPയിൽ ഓഫർ ലെറ്റർ ഉള്ളവർക്കാണ് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, QPനെ പറ്റി പറയുമ്പോൾ പലർക്കുള്ള സംശയമാണ് ഇത് എന്ത് പ്രോസസ്സാണെന്നൊക്കെയുള്ള സംശയം വരും. ഇപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അതൊരു ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ മോഡലുള്ള ഒരു പ്രോസസ്സാണെന്ന് പറയാം. ചില ആളുകൾക്ക് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അല്ലെങ്കിൽ ഒരു ബോർഡോ യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ എന്തെങ്കിലും അഡീഷണൽ പേയ്മെൻറ്റ് വരും. അത് എല്ലാവർക്കും ഒന്നുമില്ല, ചിലർക്ക് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ QPനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ശരി, ബൈ ബൈ, സി യു.